അപ്പോഴേ ഞാനിന്ന് ബീഫ് പെപ്പർ റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റോസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ബീഫ് മേടിച്ചിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഇതാ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുകിട്ട് പൊട്ടിക്കണം. അതിലേക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചി ഇട്ട് കൊടുക്കുക, പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി സവാള ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് എന്ത് ചേർക്കേണ്ടത്? മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി. ഇപ്പോൾ എടുത്തു വെച്ചതിൽ പകുതി കുരുമുളക് പൊടി ഇപ്പോൾ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗരം മസാലയിൽ പകുതി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് പച്ചമണം മാറി വരണം. അപ്പോൾ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ തക്കാളി ആയിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നേരത്തെ വെന്ത് വെച്ച ബീഫും ആ വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് റോസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം വേണം. അതൊന്ന് തീ കൂട്ടിയിട്ട് ഒന്ന് വറ്റിച്ച് കുഴമ്പ് രൂപത്തിൽ എടുക്കണം. അപ്പോഴേ ഈ സമയത്ത് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി നല്ല കുഴമ്പ് പരുവത്തിൽ നമുക്ക് റോസ്റ്റാക്കി എടുക്കാം. വളരെ ടേസ്റ്റ് എന്ന് വെച്ചാൽ വളരെ ടേസ്റ്റാണ്. ചപ്പാത്തി, പത്തിരി, ഇടിയപ്പം, ചോറ്, അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റോസ്റ്റ് നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കുരുമുളക് പൊടി നീക്കി വെച്ചിരുന്നില്ലേ, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും നീക്കി വെച്ചിരുന്നു. അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല കിടിലൻ ബീഫ് പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് പുളി നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. പുളി ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, കാരണം തക്കാളി ചെറുതാണല്ലോ. എന്തായാലും ഒരു കുറച്ച്, വളരെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി. അപ്പോഴേ ഇത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതണം. പിന്നെ അടുത്ത പാചകങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.